ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹെയറിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി വളരുമോ എന്നുള്ളത്. ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ടാണ്, എനിക്ക് ഉള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത്യാവശ്യം നല്ല ബേബി ഹെയർസ് എനിക്ക് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് ബേബി ഹെയർസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 100% ഉറപ്പാണ്. ഇത് തേച്ചപാട് വളരുന്നല്ല പറയുന്നത്, അത് കുറച്ച് നാൾ നമ്മത് യൂസ് ചെയ്ത് നോക്കണം. ഇതേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പേര് നടന്നു പോകുന്ന കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മെയിനായിട്ട് ആദ്യം കറ്റാർവാഴ തന്നെയാണ് വേണ്ടത്. നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനത് അരിഞ്ഞ് വയ്ക്കുകയാണ്. പ്രത്യേകം എപ്പോഴും പറയുന്ന പോലെ കറ്റാർവാഴേൻ്റെ ആ മഞ്ഞ ലിക്വിഡ് കളയാൻ വേണ്ടി നോക്കണേ. ഇനി സാധാ പോലെ ഞങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കറ്റാർവാഴ ഹെയർ ഗ്രോത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് തരുന്നതെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ്, തലയ്ക്ക് നല്ല തണുപ്പ് വരാനും അതുപോലെ മുടി കൊഴിച്ചിലിനൊക്കെ കറ്റാർവാഴ നല്ലതാണ് കേട്ടോ. പറ്റാവുന്നവർ വീട്ടിൽ തന്നെ കറ്റാർവാഴ നട്ട് വളർത്താൻ വേണ്ടി നോക്കുക. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കറ്റാർവാഴ നട്ട് വളർത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ കറ്റാർവാഴേൻ്റെ തോട്ടം കാണിച്ചു തരാം കേട്ടോ. തോട്ടം എന്നല്ല, എന്നാലും അത്യാവശ്യം ഞാൻ വളർത്തിയ കുറച്ച് കറ്റാർവാഴ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ അതിന് ഓരോ ജെല്ല് ആയിട്ട് എടുക്കാം കേട്ടോ. ഇനി മിക്സ് ചെയ്തൊന്നിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കഞ്ഞിവെള്ളം വരുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പുച്ഛം പോലെ ഉണ്ടാവും, പക്ഷേ കഞ്ഞിവെള്ളം ഹെയറിന് എത്രമാത്രം നല്ലതാണെന്നറിയോ. അപ്പോൾ ഇത് അടിച്ച് വെച്ച നമ്മളെ ആലോവേര ജെല്ല് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എന്നാലേ അത് ഹെയറിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ മുടിയിലുള്ള കെട്ടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക, നല്ലതുപോലെ വൃത്തിയാക്കി കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഏതാ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ പാക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിന് ശേഷം മുടിയുടെ താഴെ ഭാഗത്തും നന്നായി അപ്ലൈ ചെയ്യുക, കെട്ടി വെച്ച് കൊടുക്കുക. ഇനി 15 മിനിറ്റിന് ശേഷം നമുക്ക് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.